കോട്ടയം നഗരത്തിൽ പ്രവർത്തിക്കുന്ന സ്വർണ്ണക്കടയിൽ നിന്നും 2.25 ലക്ഷം രൂപയുടെ സ്വർണം തട്ടിയെടുത്തതായി പരാതി. സ്വർണം വാങ്ങാനെത്തിയ ആൾ പണം അക്കൗണ്ട് ട്രാൻസ്ഫർ നടത്തിയെന്ന ഉടമയെ വിശ്വസിപ്പിച്ച് മുങ്ങുകയായിരുന്നു. കോട്ടയം വെസ്റ്റ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കഴിഞ്ഞ 31-നാണ് സംഭവം. ചന്തക്കടവിലെ ജ്വല്ലറിയിൽ 31-ന് വൈകിട്ട് 4:30-യോടെയാണ് കോഴിക്കോട് സ്വദേശിയായ പ്രവീൺ എന്ന് പരിചയപ്പെടുത്തിയ യുവാവ് എത്തുന്നത്. വിവാഹ വാർഷികമാണെന്നും ഭാര്യയ്ക്ക് സമ്മാനം നൽകുന്നതിന് സ്വർണം വാങ്ങാൻ എത്തിയതാണെന്ന് അറിയിക്കുകയും ചെയ്തു. തുടർന്ന് ഇയാൾ 3.25 പവന്റെ സ്വർണം വാങ്ങുകയും വിലയായ 2,24,000 രൂപ ഫോൺ പേ വഴി അയക്കാമെന്ന് അറിയിക്കുകയും ചെയ്തു. എന്നാൽ പണം അയക്കാനാവാതെ വന്നതോടെ അക്കൗണ്ടിലൂടെ അയക്കാൻ തീരുമാനിച്ചു. നെറ്റ്വർക്ക് തകരാറിനെ തുടർന്ന് തന്റെ അക്കൗണ്ടിൽ നിന്ന് പോയെങ്കിലും ജുവല്ലറിയുടെ അക്കൗണ്ടിൽ കയറിയില്ലെന്ന് പ്രവീൺ കട ഉടമയെ വിശ്വസിപ്പിച്ചു. 1 മണിക്കൂറോളം കടയിൽ ചെലവഴിച്ച ഇയാൾ 6:00-ഓടെ മടങ്ങുകയും ചെയ്തു. സംശയം തോന്നിയ കടയുടമ തുടർന്ന് ബാങ്കിനെയും പോലീസിനെയും ബന്ധപ്പെട്ടെങ്കിലും വർഷാന്ത്യമായതിനാൽ സെർവർ അപ്ഡേഷൻ നടക്കുന്നതിനാൽ 24 മണിക്കൂർ കാത്തിരിക്കാൻ നിർദ്ദേശിച്ചു. എന്നാൽ 31-ന് രാത്രി 9:00-ഓടെ തട്ടിപ്പ് നടത്തിയ യുവാവിന്റെ ഫോൺ നമ്പർ സ്വിച്ച് ഓഫ് ആയി. ഇതോടെയാണ് തങ്ങൾ തട്ടിപ്പിന് ഇരയായതായി ജുവല്ലറി ഉടമകൾക്ക് മനസ്സിലായത്. ഡിസംബർ 31-ാം തീയതി 4:30 ആയപ്പോഴത്തേക്കും ആൾ വന്ന് ഒരു മോതിരവും മാലയും വേണമെന്ന്. അതെടുത്ത് 2,20,000 രൂപയോളം അതിന് ബില്ല് വന്നു. ബില്ല് അപ്പം ബാങ്കിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ബാങ്കിൻ്റെ ട്രാൻസ്ഫർ ചെയ്ത് അതിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് നമ്മളെ കാണിച്ചു. നമ്മളതനുസരിച്ച് നമ്മൾ കൊടുത്തു. ബാങ്കിലോട്ട് വിളിച്ചു ചോദിച്ചപ്പോഴത്തേക്കും ഒരു അരമണിക്കൂർ താമസിച്ചേ ഉള്ളൂ അതിൻ്റെ ഇത് വരത്തുള്ളൂ, ബാങ്ക് ട്രാൻസ്ഫർ ആയതുകൊണ്ട് താമസം വരുന്നു. അങ്ങനെ നമ്മൾ അന്വേഷിച്ച് പിന്നെ അരമണിക്കൂർ ബാങ്കിൽ അന്വേഷിച്ചപ്പോഴത്തേക്കും അങ്ങനെ ഒരു സംഭവം ബാങ്കിലില്ല. പിന്നെ അന്ന് തന്നെ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. ഇതാണ് നമുക്കുണ്ടായത്. 2,25,000 രൂപയോളം. തുടർന്ന് ഇവർ കോട്ടയം വെസ്റ്റ് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. തട്ടിപ്പുകാരന്റെ CCTV ക്യാമറ ദൃശ്യങ്ങൾ അടക്കം പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. i4 ന്യൂസ്, ഏറ്റുമാനൂർ.